നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചേർത്തല താലൂക്കിലെ അദാലത്ത് സെന്റ് മൈക്കിൾസ് കോളേജിൽ നടന്നു. നായാടി മുതൽ നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനെന്ന് സുകുമാരൻ നായർ പറഞ്ഞത് കടന്ന കൈയായിപ്പോയെന്നും വെള്ളാപ്പള്ളി. എരുമേലി പേട്ടതുള്ളലിനൊരുങ്ങി അമ്പലപ്പുഴ സംഘം. പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചേർത്തല താലൂക്ക് തല അദാലത്ത് സെന്റ് മൈക്കിൾസ് കോളേജിൽ നടന്നു. അതിലൂടെയും പഞ്ചായത്തുകളുമായി തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന പരാതികളും ഒരു അളവോളം പരിഹരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും പങ്കെടുത്തുള്ള പരിപാടിയിൽ ലഭിച്ച പരാതികളും ഏറെക്കുറെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും സാധാരണപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ വീണ്ടും ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നതാണ് ഈ അദാലത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അദാലത്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇതിന് ശേഷവും ഇപ്പോൾ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പരാതികളും, അതായത് നിയമപരമായി പരിഹരിക്കേണ്ട, നിയമനിർമ്മാണമടക്കം ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന പരാതികളിൽ ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത പരാതികളുടെ നിയമനിർമ്മാണമടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ അദാലത്തിൽ പരാതികൾ പരിഗണിച്ചു. 682 പരാതികളാണ് ലഭിച്ചിരുന്നത്. അദാലത്തിനായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. 500ഓളം ഉദ്യോഗസ്ഥരാണ് ഇതിനായി നിയോഗിച്ചിരുന്നത്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും വേദിയിൽ സൗകര്യമൊരുക്കിയിരുന്നു. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കും. അമ്പലപ്പുഴ യോഗം പേട്ട സംഘം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ഏതാണ്ട് 51 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വൃശ്ചികം 1 മുതൽ 50 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനവും 19 ആഴിപൂജകളും നടത്തി വ്രതപൂർത്തീകരണം കഴിഞ്ഞ് ജനുവരി 5-ാം തീയതി ഗുരുസ്വാമിമാരുടെ ശിക്ഷാന്തത്തിൽ കെട്ടുനിറച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്ന് വിശ്രമിച്ച് അവരുടെ ശബരിമല യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 6-ാം തീയതി രാവിലെ മാതൃസ്ഥാനമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പതിവ് പൂജകളും ഭഗവാന് വഴിപാടുകളും എല്ലാം കഴിച്ച് രാവിലെ 6:30 മണിയോടുകൂടി എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനം നടത്തുന്നതിനും ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കാനും ആയി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച യാത്ര തിരിക്കും. കരപ്പെരിയോന്മാരുടെ കാർമ്മികത്വത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് സ്വാമിഭക്തർ ഞായറാഴ്ച അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാവിലെ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിച്ച് പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് സംഘം യാത്ര തിരിക്കുന്നത്. നായാടി മുതൽ നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞത് കടന്ന കൈയായിപ്പോയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവരത്തിൻ്റെ മഠത്തിലെ സന്യാസിസ്റ്റേറ്റും മറുപടി പറഞ്ഞു. അപ്പോൾ അവർ അങ്ങോട്ടും വഴി പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. ഇത് മാത്രമല്ല, ഇത് മാത്രമാണ്. എന്തെല്ലാം അനാചാരങ്ങളുണ്ട് ഈ രാജ്യത്തെ. അനാചാരങ്ങളിലൊക്കെ എന്തുമാത്രമാണ്. ഇവിടെ പൂജ നടത്തിയിരുന്ന കാളിനെയും മറുതേനെയും ഇതിനൊക്കെ എന്തെല്ലാമാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അതെല്ലാം അനാചാരമെല്ലാം ദുരിതമെല്ലാം ദൂരെ കളഞ്ഞത്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള അനാചാരങ്ങളെല്ലാം മാറ്റി നല്ല സമത്വസുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ടുകൂടി എല്ലാം എത്തിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും. ഇപ്പം തന്നെ ഗുരുവായൂർ അനാചാരം കൊണ്ടായിരുന്നു മാറില്ലേ. ചെന്നിത്തല NSSന്റെ പുത്രൻ എന്ന് സുകുമാരൻ നായർ പറഞ്ഞത് കടന്ന കൈയായിപ്പോയി. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയായാൽ മന്ത്രിയൊക്കെ ആകുമ്പോൾ
മകൻ അച്ഛനു വേണ്ടിയല്ലേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയത് അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുന്നു. അച്ഛനു വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുന്നു. കടന്നു പോയി. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ യോഗ്യതയില്ല. 1.5 കൊല്ലത്തിനിടയിൽ എന്തു ചെയ്യാനാണ്? PC ചാക്കോ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ആദ്യം കോൺഗ്രസ് S ആയി, പിന്നീട് കോൺഗ്രസ്, പിന്നീട് NCP ആയ ആളാണ് വിലപേശുന്നതെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്യണമെന്ന് മാത്രമേ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇതെത്രയോ കൊല്ലങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. SNDP യോഗത്തിൻ്റെയും ശാഖകളുടെയും യൂണിയനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുണ്ട് കയറണമെന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി സർക്കാർ അവർക്ക് പലർക്കും കൊടുത്തുണ്ട്. മിക്കവാറും ആളുകൾ അംഗീകരിക്കുന്നു. ചില ആൾ എന്നിട്ടും അതിന് ചില തന്ത്രിമാരുണ്ട്. ഇത്രയാൾക്ക് തന്ത്രം കളിക്കുന്നുണ്ട്. G. കണ്ണനുണ്ണിയുടെ ഉമ്മള് ഒരു കഥ പറയട്ടെ എന്ന പുസ്തകത്തിന് ലഭിച്ച VKN പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കവി ബിജു രാമകൃഷ്ണനിൽ നിന്നും കഥാകൃത്ത് G. കൃഷ്ണനുണ്ണി ഏറ്റുവാങ്ങി. ഒരുപാട് പേരെ അവരവരുടെ ബാല്യത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. കുസൃതി കുലുക്ക അപ്പുണ്ണിയുടെ ജീവിത തമാശകളുമായി ഒരു യാത്ര. നമ്മൾ ഒരു കഥ പറയട്ടെ. മകൻ അപ്പുണ്ണിയുടെ സുന്ദരമായ കുട്ടിക്കാലത്തിലൂടെ മകന്റെ വായിൽ നിന്ന് വന്ന നിഷ്കളങ്കമായ തമാശകളിലൂടെ പുറത്തിറക്കിയ കഥയാണ് ഇമ്മള് ഒരു കഥ പറയട്ടെ. അപ്പുണ്ണി ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ വേൾഡ് സെക്കൻഡ് റണ്ണറപ്പ് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. വൈക്കം കൊതവറ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് PM സേവ്യർ അധ്യക്ഷത വഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ അംഗങ്ങൾക്കുള്ള 25% ലാഭവിഹിത വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് PM സേവ്യർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MG ജയൻ, ഭരണസമിതി അംഗങ്ങളായ K. ബിനിമോൻ, CT ഗംഗാധരൻ നായർ, VM അനിയപ്പൻ, ജോഷി ജോസഫ്, KV പ്രകാശൻ, ശ്രീദേവി സന്തോഷ്, ബീന മുരുകാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നല്ലതാണ് എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രചോദനമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 595 രൂപ. സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് 60,000 രൂപ. പ്രൊഫഷണൽ വിദ്യാഭ്യാസ ഫണ്ട് 2,79,000. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് ചേർത്തല താലൂക്ക് സമ്മേളനവും പുതുവത്സരാഘോഷവും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല താലൂക്ക് സമ്മേളനം ഈ മാസം 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ MP KC വേണുഗോപാലാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ അമ്പലപ്പുഴ മാരാരിക്കുള്ള MLA PP ചിത്തരഞ്ജൻ അവറും, അതോടൊപ്പം തന്നെ പുതുവത്സര സന്ദേശം നടത്തുന്നത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷേളി ഭാർഗവനാണ്. സംഘടനാ സന്ദേശം നൽകുന്നത് KSRDA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മുസയും. ആ സമ്മേളനത്തിൽ വെച്ച് താലൂക്കിലെ ഏറ്റവും മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കുന്നുണ്ട്. ആ ചടങ്ങ് നടത്തുന്നത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ബിജുവാണ്. പതാക ഉയർത്തിയതിനു ശേഷം ഉദ്ഘാടനവും പുതുവത്സരാഘോഷവും ആരംഭിക്കും. താലൂക്ക് പ്രസിഡന്റ് EV തിലകൻ അധ്യക്ഷനാകും. ചേർത്തല താലൂക്ക് സെക്രട്ടറി V രാഹുലയൻ സ്വാഗതം പറയും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. ചേർത്തല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷേർലി ഭാർഗവന്റെ പുതുവത്സര സന്ദേശവും അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസയുടെ സംസ്ഥാന സന്ദേശവും നൽകും. തുടർന്ന് മുതിർന്ന റേഷൻ വ്യാപാരികളെയും പ്രതിഭകളെയും ആദരിക്കും. ആലപ്പുഴയിൽ PMAY ഗുണഭോക്താക്കളുടെ വാർഡ് തല സംഗമം സംഘടിപ്പിക്കുവാൻ നഗരസഭാ കൗൺസിലിൽ തീരുമാനം. ആലപ്പുഴ നഗരസഭ PMAY ലൈഫ് ഭവന പദ്ധതി പ്രകാരം 8 DPRകളിലായി അംഗീകാരം ലഭിച്ചിരിക്കുന്ന 3764 ഭവനങ്ങളിൽ 2850 ഭവനങ്ങൾ പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിച്ചു. 2025 ഡിസംബറിൽ PMAY
ലൈഫ് ഭവന പദ്ധതി കാലാവധി അവസാനിക്കുന്നതിനാൽ 2016 മുതൽ 2024 വരെ കരാർ വച്ച ശേഷം അടിത്തറ നിർമ്മാണം ആരംഭിക്കാത്ത 319 ഗുണഭോക്താക്കളെയും അടിത്തറ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാത്ത 282 ഗുണഭോക്താക്കളെയും ഭവന നിർമ്മാണം മേൽക്കൂര വരെ പൂർത്തീകരിച്ച് അവസാന ഗഡു ആനുകൂല്യം കൈപ്പറ്റാത്ത 304 ഗുണഭോക്താക്കളുടെയും ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനായി വാർഡ് തലത്തിൽ ഗുണഭോക്താക്കളെ വിളിച്ചു ചേർത്ത് നിർമ്മാണ പുരോഗതി വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരം നഗരസഭാ തലത്തിൽ ആചരിക്കുന്നതിനും തീരുമാനമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രശസ്ത സാഹിത്യകാരൻ MD വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് കൗൺസിൽ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, MG സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വേലായുധ പണിക്കരുടെ 200ാമത് ജയന്തി ആഘോഷം ഞായറാഴ്ച നടക്കും. ജനുവരി മാസം 5-ാം തീയതി ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ചരിത്ര പുരുഷൻ്റെ 200ാമത് ജന്മദിന ആഘോഷ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ തുടക്കം തിരുവനന്തപുരത്ത് ബഹുമാന്യായ കേരളത്തിൻ്റെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് GR അനിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത്രയും ബഹുമാന്യായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവചരിത്രം അദ്ദേഹം രചിച്ചല്ല, അനിൽ അജിത്ത് എന്ന് പറയുന്ന നങ്ങ്യാറുള്ളങ്ങരയിൽ താമസിക്കുന്ന കോളേജ് അധ്യാപകനായ ശ്രീ കോമത്ത് അജിത്ത് സാർ കഴിഞ്ഞ 6-7 വർഷത്തെ നിരന്തരമായ പഠനത്തിലൂടെ വളരെ വിപുലമായ രീതിയിൽ പ്രൊഫസർ MK സാനു അദ്ദേഹത്തിൻ്റെ മുഖവരയോടുകൂടിയുള്ള ജീവചരിത്ര ഗ്രന്ഥം അവിടെ ഏറ്റുവാങ്ങുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. തുടർന്നുള്ള സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ആറ്റിങ്ങൽ MP ശ്രീ അടൂർ പ്രകാശം, ബ്രഹ്മശ്രീ ഗുരുരത്നം ജ്ഞാന തപസ്യയും പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ജനുവരി മാസം 4-ാം തീയതി ഈ ചരിത്ര പുരുഷൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു സന്ദേശവാഹന യാത്ര ജനുവരി മാസം 4-ാം തീയതി ചരിത്രം ഉറങ്ങുന്ന കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര പരിസരത്തുള്ള അമ്പലപ്പുഴ SNDP യൂണിയൻ്റെ ഹാളിൽ വെച്ച് ആരംഭിക്കുകയാണ്. ജനുവരി മാസം 4-ാം തീയതി രാവിലെ 9:30 മണിക്ക് ബഹുമാനായ മുൻ മന്ത്രി ശ്രീ G സുധാകരനാണ് ആ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം ജോയിന്റ് കൗൺസിൽ മദനമോഹന ഹാളിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ ഉദ്ഘാടനം ചെയ്യും. AVP ഫൗണ്ടേഷൻ ചെയർമാൻ ആലുമുട്ടിൽ M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പാദമുദ്രകൾ എന്ന പുസ്തകം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രകാശനം ചെയ്യും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചേർത്തല താലൂക്കിലെ അദാലത്ത് സെന്റ് മൈക്കിൾസ് കോളേജിൽ നടന്നു. നായാടി മുതൽ നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനെന്ന് സുകുമാരൻ നായർ പറഞ്ഞത് കടന്ന കൈയായിപ്പോയെന്നും വെള്ളാപ്പള്ളി. എരുമേലി പേട്ടതുള്ളലിനൊരുങ്ങി അമ്പലപ്പുഴ സംഘം. പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.